അപ്പോൾ നമ്മൾ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് പോന്ന് ആ രാത്രി മൊത്തം ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കെൻഡിലെത്തി. ഏകദേശം 10-15 മണിക്കൂർ എടുത്തു നമ്മൾ വരാൻ. റോഡും കുറച്ച് മോശമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ടാഷ്കെൻഡിലെ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിലാണിപ്പോൾ. ആ ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പണ്ട് ഡിപ്ലോമാറ്റുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലാണ്. അതായത് പണ്ട് സോവിയറ്റ് കാലത്തുള്ള ഇതാണ് എല്ലാം. ടേബിളുകൾ എല്ലാം പല പല രാജ്യങ്ങളുടെയും പ്രസിഡൻറ്റും അവരൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്, ഈ ഹോട്ടൽ. മുമ്പിലത്തെ വീഡിയോയിൽ നമ്മളിവിടെ ആദ്യം ടാഷ്കെൻഡിൽ വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. ഇതിപ്പോൾ ഉള്ളിലെ വീഡിയോസാണ്. ഇതെല്ലാം പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും വെച്ചേക്കണം കേട്ടോ. ഒരു വലിയ കാര്യമായിട്ടൊന്നും മോഡിഫൈ ചെയ്തില്ല. പക്ഷേ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ടോയ്ലറ്റും ഈ സൗകര്യങ്ങളൊക്കെ നല്ല പോഷാണ്. കുറേ ടേബിൾ, മീറ്റിംഗ് ഇതും കൂടാൻ, ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ, പിന്നെ അവിടെ 2 ലക്ഷറി ബെഡ്. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. നമ്മളങ്ങനെ താഴെ വന്നു. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ഇവിടെ വലിയൊരു ലോബിയുണ്ട്. ലോബിയുടെ അപ്പുറം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതെല്ലാം പഴയ സോവിയറ്റ് കാലത്തെ രീതി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ചെയറുകളും സോഫയും ടേബിളുകളും അതിൻ്റെ റിസപ്ഷനും എല്ലാം അന്നത്തെ പോലെ തന്നെ രീതിക്കാണ്. അന്നത്തെ ആഡംബരത്തിൻ്റെ അവസാനത്തെ ആക്കുന്നുള്ള രീതിയാണ്. 18ഓളം നിലകളുണ്ട് ഇതിന്. നമുക്ക് കിട്ടിയത് 8ാമത്തെയും 14ാമത്തെ നിലയാണ്. ഇവിടെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഭയങ്കര വലിയ ഹോട്ടലാണ്. ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. മണി എക്സ്ചേഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പതിനാല് നിലക്കെട്ടിട ആണ്. അവിടെയാണ് മണി എക്സ്ചേഞ്ച്. 14 നിലയാണെന്ന് തോന്നുന്നു ഹോട്ടൽ. ഇവിടെ ബാർ ഇതുണ്ട്, ഷോപ്പിങ്ങിനുമുള്ള ബാറുണ്ട്. ഇവിടെ കഫേ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായ ടാഷ്കെൻഡിൽ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച് ഇന്ന് ചെക്കൗട്ട് ചെയ്ത ഒരു ഹോട്ടൽ, അത് ഈ രാജ്യത്തിൻ്റെയും ഈ ടാഷ്കെൻഡിൻ്റെയും ഒരു ഐക്കോണിക് ബിൽഡിങ്ങായി നിലകൊള്ളുന്ന ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ ഒരുപാട് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞങ്ങൾ ഈ ഹോട്ടൽ തേടിപ്പിടിച്ച് ഇവിടെ തന്നെ ബുക്ക് ചെയ്ത് ഇത് തന്നെ ഞങ്ങളുടെ താമസത്തിന് തിരഞ്ഞെടുത്തത്. ഈ ഹോട്ടലിൻ്റെ ചിത്രം ആണ് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും എല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കാലത്ത് അവർ ഈ ടാഷ്കെൻഡിനെ വളരെ വിപുലമായ രീതിയിലാണ് വികസിപ്പിച്ചത്. മെട്രോയുടെ കാഴ്ചകളും മറ്റുമെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് 1970 പണിത ഒരു ബിൽഡിങ്ങാണ്. ഇത് ഇന്നും ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ്. 1970 ഈ ഹോട്ടൽ പണിയുമ്പോൾ ഇത് ലോകത്തിൽ ഈ വലുപ്പത്തിലും ഇതേ സൗകര്യത്തിലും നിലനിന്ന അപൂർവം ഹോട്ടലുകളിൽ, അല്ലെങ്കിൽ വളരെ എണ്ണപ്പെട്ട ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഈ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. 70 പണിതു എന്നുള്ളത് നമുക്കിതിൻ്റെ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ കാണാം. ഇവർ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ ആ 70 എങ്ങനെയായിരുന്നോ ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ റൂമുകളാണെങ്കിൽ പോലും എല്ലാവിധ എക്യുപ്മെൻറ്റ്സും, അതായത് ബെഡിങ്, കാർപ്പറ്റ്, ടെലിഫോൺ, ടോയ്ലറ്റ് മുതൽ ഒട്ടുമിക്ക സാധനങ്ങളും 70 എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ഈ ഹോട്ടലിൻ്റെ അധികൃതർ ആ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ജസ്റ്റ് റിസപ്ഷൻ ഏരിയയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ഈ ഹോട്ടലിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ അംഗരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെല്ലാം സ്ഥിരമായി കോൺഫറൻസുകൾക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം വരികയും
അങ്ങനെയുള്ള കോൺഫറൻസുകളെല്ലാം നടക്കുകയും അവർ താമസിക്കുകയും എല്ലാം ചെയ്യുകയും ഒട്ടുമിക്ക സുപ്രധാന രാഷ്ട്രീയ ചർച്ചകളും ഒട്ടുമിക്ക കൂട്ടായ്മകളും എല്ലാം സംഘടിപ്പിച്ചിരുന്നത് ഈ ഹോട്ടലിനകത്ത് വെച്ചായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തുള്ള മസ്കറ്റ് ഹോട്ടലൊക്കെ പോലെ തന്നെ ഒട്ടുമിക്ക രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഉണ്ടാവുന്ന ഒരു ചുറ്റുപാടും ഒരു അന്തരീക്ഷമായിരുന്നു ഈ ഹോട്ടലിനകത്ത്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാവും. 70-ൽ രൂപീകരിച്ചതാണെങ്കിലും പണിതാണെങ്കിലും ഇന്നും അതിൻ്റെ ഒരു പ്രൗഢി ഈ കാലഘട്ടത്തിൽ മറ്റ് ഹോട്ടലുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ പോലും അതിൻ്റെ ഒരു പ്രൗഢി ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. വിശാലമായ ഒരു റിസപ്ഷനാണ്. ഫ്ലോറെല്ലാം മാർബിളിട്ട് വളരെ നല്ല രീതിയിൽ ഭംഗിയോടുകൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 70കളുടെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഈ പറഞ്ഞ ഒരു ലോകത്തെ ഏറ്റവും മികച്ച ഒരു അന്തരീക്ഷമാണ് സോവിയറ്റ് യൂണിയൻ അംഗരാഷ്ട്രങ്ങളിലും റഷ്യയിലുമെല്ലാം ഉള്ളത് എന്ന് ലോകത്തെ കാണിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ളത്. ഈ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ പോലെ തന്നെ ഹോട്ടൽ കസാക്കിസ്ഥാനും ഉണ്ട്. നമ്മളിന്ന് അൽമാട്ടിയിൽ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ഹോട്ടൽ കസാക്കിസ്ഥാനാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ഡിസൈനിൽ തന്നെയാണ് ഹോട്ടൽ കസാക്കിസ്ഥാനും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയും ഇവിടെ കിടക്കുന്ന ചെയറുകളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒട്ടും പുതിയതല്ല. 70കളുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളുമാണ് ഈ ഫർണിച്ചറുകൾക്കും ഈ ഡിസൈനുകൾക്കെല്ലാം. നമ്മുടെ റിസപ്ഷൻ ഏരിയ, അവിടെ ഒരു ബോൾ റൂം, അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, അതിനപ്പുറത്ത് ഒരു ബാറ്, അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു 4 സ്റ്റാർ ഹോട്ടലിൻ്റെ റേറ്റിംഗ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്താൽ പോലും വളരെ സൗകര്യങ്ങളുള്ള വളരെ വിപുലമായൊരു ഹോട്ടലാണിത്. ഇവിടെ ഒരു കഫേ ബാറുണ്ട്, അവിടെ ഒരു വിയന്ന ബാറുണ്ട്, ലിഫ്റ്റുകൾ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ബോൾ റൂം അതിവിശാലമായ ബോൾ റൂമാണ്. അവിടെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിലേക്ക് കയറുന്നില്ല. ഇവിടെ ഒരു സോവനിയർ ഷോപ്പ്, മറ്റ് ഷോപ്പുകളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ തന്നെ കാണാം സോവനിയർ ഷോപ്പ്, ബാർബർ ഷോപ്പ്. അങ്ങനെ ഒരു ഗസ്റ്റായിട്ട് ഇവിടെ വരുന്ന ആൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ ഈ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാൻഡലേഴ്സ് ലൈറ്റ് അതെല്ലാം വളരെ ആകർഷകമാണ്. ഈ ചുറ്റി വളഞ്ഞുള്ള സ്റ്റെയർസ് അതെല്ലാം ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഉപരിയായി ഈ ഹോട്ടലിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഞങ്ങൾ ഈ ഹോട്ടൽ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മളിനി ഹോട്ടൽ കസാക്കിസ്ഥാനിലും ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയും ആ വീഡിയോയും എല്ലാവരും കാണാൻ തയ്യാറാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.